ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കർമ്മഫലദഹനം കൃപ. ഭഗവാൻ ബാബ അരുളുന്നു, കർമ്മം ചെയ്യാനേ നിനക്ക് അധികാരമുള്ളൂ, കർമ്മഫലത്തിലില്ല. അത് ആവശ്യപ്പെടാൻ പോലും നിനക്ക് അർഹതയില്ല. ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് കേൾക്കാം. വിഡ്ഢിത്തമാണ് ഇത്തരം വ്യാഖ്യാനങ്ങൾ. ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത് മാ ഫലേഷു എന്നാണ്. അതായത് ഫലം താനേ വന്നുകൊള്ളും, നീ അതിനായി ആശിക്കരുതെന്ന് മാത്രം. ഫലം കിട്ടരുത് എന്നായിരുന്നെങ്കിൽ ന ഫലേഷു എന്ന് കൃഷ്ണൻ പറയുമായിരുന്നു. കർമ്മം ചെയ്യാനുള്ള അർഹതയുണ്ടെങ്കിൽ കർമ്മഫലത്തിനും അർഹതയുണ്ട്. അത് ആർക്കും നിഷേധിക്കാനാവില്ല. പക്ഷേ ഫലേച്ഛയിൽ നിന്ന് മനസ്സ് മാറി നിൽക്കണം. കാരണം ഫലേച്ഛ രജോഗുണ ലക്ഷണമാണ്. ഫലപ്രാപ്തി ഉണ്ടായില്ലെങ്കിലോ എന്ന് കരുതി ഒഴിഞ്ഞു മാറുന്നത് തമോ ഗുണ ലക്ഷണമാണ്. ഫലം സിദ്ധിക്കുമെന്നറിഞ്ഞ് ഫലേച്ഛയിൽ താല്പര്യമില്ലാതെ കർമ്മം ചെയ്യുന്നത് സത്വഗുണ ലക്ഷണം. ഇങ്ങനെ ചെയ്യുന്നയാൾക്ക് സംഘബുദ്ധിയല്ല, സമബുദ്ധിയാണ് ഉള്ളത്. കർമ്മഫലത്തിൽ മനം കുടുങ്ങാതെ കർമ്മം ചെയ്യുമ്പോൾ ജീവാഹന്ത അടങ്ങുകയാണ്. അതുവഴി ചിത്തശുദ്ധി ഉണ്ടാകും, അന്ധകരണം നിർമ്മലമാകും, സത്വഗുണം ഉണരും. അപ്പോൾ സൂക്ഷ്മമായ ആധ്യാത്മിക തത്വങ്ങൾ ഗ്രഹിക്കാനുള്ള സത്വബുദ്ധി ഉണ്ടാകും. സത്വഗുണം സാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. ചുരുക്കത്തിൽ കർമ്മയോഗം ചിത്തശുദ്ധി സമ്മാനിച്ച് ഒരുവനെ ഈശ്വരാനുഭൂതിയിലേക്ക് എത്തിക്കുന്നു. ഈ പ്രപഞ്ചം ശരിയായ വിധം നിലനിൽക്കണമെങ്കിൽ എല്ലാ സൃഷ്ടികളും കർമ്മം ചെയ്യണം. ജ്ഞാനിയും അജ്ഞാനിയും കർമ്മം ചെയ്തേ തീരൂ. ഈ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. പ്രപഞ്ച നിയമത്തിനു വിധേയമാകാത്ത ഒന്നിനെയും ഭഗവാൻ ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് സകലരും ഫലത്യാഗ ബുദ്ധിയോടെ കർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം. സൂര്യചന്ദ്രന്മാർ തങ്ങളുടെ ജോലി നിഷ്കാമമായി ചെയ്തില്ലെങ്കിൽ എന്തു സംഭവിക്കും? ആലോചിച്ചു നോക്കൂ. ജ്ഞാനി എന്തിനു കർമ്മം ചെയ്യുന്നു എന്ന് സംശയം തോന്നാം. രണ്ട് പ്രധാന കാരണങ്ങൾ അതിനു പിന്നിലുണ്ട്. ഒന്ന്, തങ്ങളുടെ ശേഷിച്ച പ്രാരബ്ധം ഒടുങ്ങുന്നതിന്. രണ്ട്, ജ്ഞാനികളെ മറ്റു പലരും പിന്തുടരുന്നുണ്ട്, അനുകരിക്കുന്നുണ്ട്. അതിനാൽ ജ്ഞാനികൾ മാതൃകകളായേ തീരൂ. അല്ലെങ്കിൽ ജ്ഞാനിയെ പിന്തുടരുന്നവർ നാശത്തിലേക്ക് പതിക്കും. അതിനാൽ ജ്ഞാനികൾ തങ്ങളുടെ ആദർശങ്ങളെ പ്രവർത്തന രൂപത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ സ്വയം പ്രവർത്തിച്ചും ധർമ്മപാതയിൽ സഞ്ചരിച്ചും മറ്റുള്ളവർക്ക് ഉദാഹരണമായി മാറുന്നു. അതിനാലാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന്. വഴിതെറ്റിപ്പോകുന്ന ലോകത്തിന് നേർവഴി കാണിക്കാനായി അതത് കാലങ്ങളിൽ ഈശ്വരൻ മാനവാകാരം പൂണ്ടെത്തുന്നു. ത്രേതായുഗത്തിൽ ആ പരമ്പൊരുൾ ശ്രീരാമനായും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായും ഇപ്പോഴിതാ ഈ രൂപത്തിലും ആവിർഭവിച്ചിരിക്കുന്നു. മാനവനെ പരമമായ ആ ലക്ഷ്യത്തിലെത്തിക്കുക എന്നതാണ് അവതാരങ്ങളുടെ എല്ലാം ലക്ഷ്യം. നിങ്ങളിൽ തന്നെ കുടികൊള്ളുന്ന പരമസത്യത്തെ വെളിപ്പെടുത്തുക. അതിന് തടസ്സമായി നിൽക്കുന്ന കർമ്മവാസനകളെ തുടച്ചു വൃത്തിയാക്കുക. ആ കല നിങ്ങളെ അഭ്യസിപ്പിക്കാനായി ഞാൻ മാതൃകയായി തീരുന്നു. ഈ സത്യം അറിഞ്ഞാലും ചിലർ പിന്നെയും അധർമ്മ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നു. ആരോ അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണിത്? ഇതേ സംശയം അർജുനനും ശ്രീകൃഷ്ണനോട് ചോദിച്ചു. ഭഗവാൻ മറുപടി അരുളി, അർജുന, മറ്റാരുമല്ല അത് ചെയ്യിക്കുന്നത്, നിന്റെ ഉള്ളിൽ തന്നെയുള്ള കാമവും ക്രോധവും. രജോ ഗുണത്തിൽ നിന്നാണ് അത് ഉണ്ടായത്. ഇത് രണ്ടുമാണ് സത്യത്തിൽ ഒരുവന്റെ ശത്രുക്കൾ. ഇവരാണ് ഉള്ളിലുള്ള ജ്ഞാനത്തെ മറച്ചു വയ്ക്കുന്നതും. ഈ ശത്രുവിനെ തുരത്തണം. അതിനായി ശത്രുവിന്റെ ഇരിപ്പിടം കണ്ടെത്തണം. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇവിടെയാണ് കാമം താവളമടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവയെ മൂന്നും നിരീക്ഷണ വിധേയമാക്കുക. ആദ്യം ഇന്ദ്രിയങ്ങളെ മെരുക്കുക. ഇന്ദ്രിയങ്ങളെ മെരുക്കാൻ മനസ്സിനെ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക. എന്ത് നിരന്തരം ശീലിക്കുന്നുവോ മനസ്സ് അതായിത്തീരും. അതിന് ബുദ്ധിയുടെ സഹായം വേണം. കാര്യങ്ങളെ നന്നായി വിശകലനം ചെയ്ത് കാമത്തിന്റെ അപകടം ബുദ്ധിയെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ബുദ്ധി സദ്ബുദ്ധിയാകും. സദ്ബുദ്ധി മനസ്സിനെ വേണ്ട വിധം ഉപദേശിക്കും.
മനസ്സ് അപ്പോൾ നല്ലത് മാത്രം ആഗ്രഹിക്കും. അപ്പോൾ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണം വിട്ടു പായുകയില്ല. അതിനർത്ഥം സമാധാനം ഒരുവന് സ്വന്തമായി എന്നാണ്. ശ്രുതി ഇക്കാര്യം നല്ലൊരു ഉദാഹരണത്തിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നു. മനുഷ്യ ശരീരം ഒരു രഥത്തിന് തുല്യം. ആത്മാവാണ്, ഈശ്വരനാണ് അതിന്റെ ഉടമ. ബുദ്ധിയാണ് സാരഥി, മനസ്സാണ് കടിഞ്ഞാൺ, പഞ്ചേന്ദ്രിയങ്ങൾ കുതിരകൾ. രഥം ഓടിക്കുന്നയാൾക്ക് കുതിര വഴങ്ങിയില്ലെങ്കിൽ രഥം അപകടത്തിലാകും. അതുപോലെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ മനസ്സാകുന്ന കടിഞ്ഞാൺ വഴി ബുദ്ധിയാകുന്ന തേരാളിക്ക് വഴങ്ങണം, അല്ലെങ്കിൽ അപകടം ഉറപ്പാണ്. സാരഥിയെ അനുസരിക്കുന്ന കുതിരകളാണെങ്കിൽ രഥം ലക്ഷ്യത്തിൽ സുഗമമായി എത്തിച്ചേരും. നിയന്ത്രിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളും മനസ്സും എത്ര അത്യാവശ്യമാണെന്ന് ശ്രുതി ഈ ഉപമയിലൂടെ വെളിവാക്കുന്നു. ഇന്നു മുതൽ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ ഭാവിയും ശോഭനമാകും. പക്ഷേ ഇന്ന് അനുഭവിക്കുന്ന ചെയ്തു കഴിഞ്ഞ കർമ്മങ്ങളുടെ ഭീകരമായ ഫലത്തിൽ നിന്നും മോചനം നേടാനാവില്ലേ? തീർച്ചയായും സാധിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈശ്വരകൃപ എന്ന സിദ്ധാന്തം തന്നെ തെറ്റായി പോകും. നിന്റെ കർമ്മഫലം ഞാൻ ദഹിപ്പിച്ചു തരാം, പക്ഷേ പൂർണ്ണമായും എന്നിൽ ശരണാഗതി അടയൂ. സൽക്കർമ്മങ്ങളിലൂടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം. രോഗിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുമ്പോൾ ഡോക്ടർ രോഗിയുടെ ബോധം കെടുത്തും. അങ്ങനെ വേദന ഉളവാക്കുന്ന ശസ്ത്രക്രിയ വേദന അനുഭവിപ്പിക്കാതെ ചെയ്യാം. അതുപോലെ നിന്റെ പ്രാരബ്ധ കർമ്മങ്ങളിലൂടെ നിന്നെ ഞാൻ കൊണ്ടുപോകാം, ലേശം പോലും വിഷമം അനുഭവിപ്പിക്കാതെ തന്നെ. സായിയുടെ ഈ വാക്ക് സത്യമാണ്. ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ പർത്തിപുരേശ്വരന്റെ ലീലകളിൽ കാണാം. എത്രയോ ഭക്തന്മാരുടെ പ്രാരബ്ധ കർമ്മങ്ങളെ അവിടുന്ന് ഇല്ലാതാക്കി. ഡോക്ടർ AJ ഗാധിയ ഭഗവാന്റെ പരമഭക്തൻ. ഷിർദിയിൽ സായി അവതരിച്ച കാലം മുതൽ ഗാധിയ കുടുംബം സായി കൃപയുടെ തണലിലാണ്. ഒരിക്കൽ ഭഗവാൻ മുന്നറിയിപ്പ് നൽകി, വലിയൊരു ദുരന്തമുണ്ടാകും, അപമൃത്യു സംഭവിക്കാം. അതിനുശേഷം ഒരു ഏലസ് സൃഷ്ടിച്ചു നൽകി, ഇതെപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക. ഒരിക്കൽ തീവണ്ടി യാത്രയിൽ തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന തീവണ്ടി മണിക്കൂറുകളോളം പിടിച്ചിട്ടു. പിന്നീടാണ് മനസ്സിലായത്, ഏതോ വണ്ടി പാളം തെറ്റി തങ്ങളുടെ വണ്ടി ഓടിക്കൊണ്ടിരുന്ന പാളത്തിലൂടെ നേർക്ക് വരികയായിരുന്നു. എങ്ങനെയോ അധികൃതർക്ക് വിവരം കിട്ടി വണ്ടി പിടിച്ചിട്ടതാണ്. ഗാദിയെ കരുതി, ഇതായിരിക്കില്ല സ്വാമി പറഞ്ഞ ദുരന്തം. ഏതെങ്കിലും ദുരന്തം ഉണ്ടാകും, തന്നെ സ്വാമി രക്ഷിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താരീതി. പർത്തിയിലെത്തിയ ഗാധിയെ ഭഗവാൻ തണുപ്പൻ മട്ടിൽ സ്വീകരിച്ചു. ഗാധിയ ഭഗവാനോട് പരിഭ്രമത്തോടെ കാരണം തിരക്കി. സ്വാമി അരുളി, നീ എന്നെ നിരാശപ്പെടുത്തി. തീവണ്ടികൾ പരസ്പരം കൂട്ടിയിടിച്ച് വൻ അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ നീ ആ വണ്ടിയിൽ ഉള്ളത് കൊണ്ട് ആ വിധി ഞാൻ തിരുത്തി. ഒരു ഭക്തൻ മൂലം ഒരു വൻ അപകടം ഒഴിവായി. പക്ഷേ നീ ഇപ്പോഴും ഇതല്ല ആ ദുരിതം എന്നും കരുതിയിരിക്കുന്നു. അപകടം വരാതിരിക്കുന്നത് ഭഗവത് കൃപ കൊണ്ടാണെന്ന് നീ മറന്നു പോകുന്നു. ഇതുതന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്? കർമ്മത്തെ സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം ഇങ്ങനെ ഋഷികൾ വിഭജിച്ചിരിക്കുന്നു. സഞ്ചിതം ശേഖരിച്ചു വെച്ച കർമ്മഫലങ്ങൾ, ആഗാമി ഇനി വരാനിരിക്കുന്ന കർമ്മഫലങ്ങൾ, പ്രാരബ്ധം അനുഭവിക്കാൻ തുടങ്ങിയ കർമ്മഫലങ്ങൾ. ഇതിനെ വ്യക്തമാക്കാൻ പറയുന്ന ഒരു ഉദാഹരണം. സഞ്ചിത കർമ്മം ആവനാഴിയിലുള്ള അമ്പ്, ആഗാമി ആവനാഴിയിൽ നിറച്ചുകൊണ്ടിരിക്കുന്ന അമ്പുകൾ, പ്രാരബ്ധം തൊടുത്തു കഴിഞ്ഞ അമ്പ്. ആവനാഴിയിലുള്ളതും തൊടുക്കാൻ തുനിഞ്ഞ അമ്പും നമുക്ക് പിൻവലിക്കാം. പക്ഷെ വിട്ടുകഴിഞ്ഞ അമ്പോ, അതിൻ്റെ മേൽ ഇനി നമുക്ക് നിയന്ത്രണമില്ലല്ലോ. പക്ഷെ അതിനും വഴിയുണ്ട്. അമ്പ് ചെന്ന് കൊള്ളേണ്ട ലക്ഷ്യം അവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ വിട്ട അമ്പ് നിഷ്ഫലമാകും. അമ്പ് ലക്ഷ്യത്തിൽ കൊള്ളാതെ എവിടെയെങ്കിലും പോയി വീണുകൊള്ളും. അതുപോലെ പ്രാരബ്ധ കർമ്മം അനുഭവത്തിൽ വരാതിരിക്കാൻ നിങ്ങളുടെ ജീവാഹങ്കാരമാകുന്ന ലക്ഷ്യത്തെ എടുത്തു മാറ്റുക തന്നെ വേണം. ജീവാഹങ്കാരത്തെ രണ്ടു വിധം നശിപ്പിക്കാം. ഒന്ന്, ആത്മവിചാരം വഴി. ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഞാൻ ആര് എന്ന് ആഴത്തിൽ തിരയുക. അല്ലെങ്കിൽ ദുഃഖാകുലനായ എന്നെ ഭഗവാന് സമ്പൂർണ്ണ സമർപ്പിക്കുക.
ആ നിമിഷം മുതൽ അവിടുന്ന് പ്രാരബ്ധത്തെ കൈകാര്യം ചെയ്തുകൊള്ളും. രണ്ടിടത്തും രണ്ട് രീതിയിൽ അഹങ്കാരനാശമാണ് സംഭവിക്കുന്നത്. സായി അവതാര രഹസ്യം. ഭഗവാൻ ബാബയുടെ അവതാര മഹിമയിൽ ഏത് കർമ്മഫലത്തെയും നമുക്ക് ദഹിപ്പിക്കാം. തന്റെ അവതാരം ഭക്തരക്ഷണത്തിനാണെന്ന് നന്നേ ചെറുപ്പത്തിൽ തന്നെ ഭഗവാൻ പ്രഖ്യാപിച്ചിരുന്നു. ജ്യേഷ്ഠനായ ശേഷം മഹാരാജുവിന് അത് ഉൾക്കൊള്ളാനായില്ല. അദ്ദേഹം അനുജന് ഒരു കത്തെഴുതി. മാനസിക ദൗർബല്യങ്ങളും പെട്ടെന്നുള്ള പ്രശസ്തിയും ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ജനങ്ങൾ പറയുന്ന അപവാദങ്ങളും മറ്റും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സത്യൻ അതിനുള്ള മറുപടിയും കൊടുത്തു. തന്റെ അവതാര രഹസ്യം കൂടി ലോകത്തെ അറിയിക്കുകയായിരുന്നു ആ കത്തിലൂടെ. അതിന്റെ സാരം ചുവടെ. പ്രിയമുള്ളവരെ, കത്ത് കിട്ടി. നിങ്ങളുടെ സ്നേഹവും ഉത്കണ്ഠയും ഭയവും എനിക്ക് മനസ്സിലായി. മഹർഷീശ്വരന്മാരുടെയോ സന്യാസികളുടെയോ പ്രകൃതി അറിയാനും അവരുടെ മനസ്സളക്കാനും അസാധ്യമാണ്. ജനങ്ങൾ സ്വന്തം ചിന്തയ്ക്കനുസരിച്ച് അഭിപ്രായം പറയുന്നു, തർക്കിക്കുന്നു. വിവേകി ഇതൊന്നും ഗണ്യമാക്കാറില്ല. അയാൾ വിവേകത്തെ ആശ്രയിച്ച് ശരിയായ വഴിയിലൂടെ പോകുന്നു. കായുള്ള മരത്തിലേ ഏറ് കിട്ടൂ. ദുർജനങ്ങൾ എന്നും സത്തുക്കളെ പഴിച്ചിട്ടേ ഉള്ളൂ. അതാണ് ലോക സ്വഭാവം. അജ്ഞാനികളിൽ ദയ തോന്നുകയാണ് വേണ്ടത്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള വിവേകം അവർക്ക് ഇല്ല. അവരിൽ കാമക്രോധങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്തിനെക്കുറിച്ചും അവർ അഭിപ്രായം പറയും, എഴുതും. ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കണ്ട. അജ്ഞാനിയുടെ വാക്കുകൾ ഓർത്ത് മനസ്സ് പുണ്ണാക്കരുത്. സത്യമേ വിജയിക്കൂ. അസത്യം വിജയം നേടിയാലും അത് നിലനിൽക്കില്ല. പുകഴ്ത്തുമ്പോൾ തുള്ളിച്ചാടുന്നതും പഴിക്കുമ്പോൾ വിഷമിക്കുന്നതും അജ്ഞാനികൾ. ആത്മവിശ്വാസവും പരോപകാര പ്രവർത്തനവും ജ്ഞാനികളിൽ കാണാം. ഞാൻ ഈ രണ്ട് കാര്യങ്ങളിൽ ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എനിക്കൊരു ജോലിയുണ്ട്. മനുഷ്യരാശിയെ നേർവഴി നയിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പ്രവൃത്തിയിലാണ് ഞാൻ. സാധുക്കളുടെ ദുരിതമകറ്റേണ്ടത് എൻ്റെ കടമ. എൻ്റെ ഭക്തരെ ഞാൻ സംരക്ഷിക്കുന്നു. ഭക്തിയുടെ എൻ്റെ നിർവചനം കൂടി അറിയുക. എൻ്റെ ഭക്തൻ സുഖദുഃഖങ്ങളെ, ലാഭനഷ്ടങ്ങളെ ഒരുപോലെ സ്വീകരിക്കണം. ശരണാഗതരെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ എൻ്റെ പേരെങ്ങനെ ചീത്തയാകും? മഹാത്മാവ് എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം മഹാത്മ്യം കിട്ടുമോ? നിസ്സാരൻ എന്ന് വിളിച്ചാൽ മഹത്തുക്കളുടെ മഹത്വം കുറയുമോ? മഹാത്മാക്കളെ പഴിക്കുന്ന ദുർജനങ്ങൾ എന്നുമുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. നക്ഷത്രങ്ങളെ നോക്കി നായ് കുരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? നായ എത്ര നേരം കുരച്ചുകൊണ്ടിരിക്കും? ഒടുവിൽ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. അത് നിറവേറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ടുണ്ടാകുന്ന മാനാപമാനങ്ങൾ, കീർത്തി, ദുഷ്കീർത്തി ഇതെല്ലാം മനഃശാന്തിയോടെ ഞാൻ നേരിടും. എനിക്കിതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്നും അറിയുക. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ എന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. ഞാൻ നാടിനോടും പേരിനോടും ബന്ധപ്പെട്ടവനല്ല. എനിക്ക് എന്റെയും നിന്റെയും എന്നതില്ല. ഏതു പേരിൽ വിളിച്ചാലും ഞാൻ കേൾക്കും. ഒരു കാര്യം കൂടി വ്യക്തമാക്കാം. ഒരുവൻ ആരായാലും ശരി, എത്ര കാലം പ്രയത്നിച്ചാലും തപസ് ചെയ്താലും എൻ്റെ മഹിമയെ മനസ്സിലാക്കാൻ കഴിയില്ല. വരാനിരിക്കുന്ന കാലങ്ങളിൽ നിങ്ങൾക്ക് തന്നെ എൻ്റെ പ്രഭാവം മനസ്സിലാക്കാം. ക്ഷമയോടും സഹിഷ്ണുതയോടും അതിനായി കാത്തിരിക്കുക. നിങ്ങളുടെ ബാബ. ഭഗവാനെ ആശ്രയിക്കൂ. അവിടുന്ന് നമ്മെ ദുഃഖസാഗരം കടത്തിവിടും. ഓം തത് സത്.